ചില കല്യാണങ്ങൾക്കാണെങ്കിൽ ക്ഷേത്രനടയിൽ വെച്ച് താലി കെട്ടും, ബാക്കി ചടങ്ങുകളെല്ലാം ഓഡിറ്റോറിയത്തിലായിരിക്കും. അങ്ങനെയുള്ള കല്യാണങ്ങൾക്ക് പിന്നെ താലികെട്ട് കണ്ടതിന് ശേഷം ഒരു നിമിഷം, ഒരു സെക്കൻഡ് പോലും നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല, നേരെ ഓഡിറ്റോറിയത്തിലേക്ക് ഓടിക്കോണം. പണ്ട് കുഞ്ഞിലേക്ക് കല്യാണത്തിന് മുമ്പും അമ്മയും കൂടെയുള്ളവരൊക്കെ പറഞ്ഞിരുന്നതാണ് കേട്ടോ. എന്തിനാണെന്നോ, താലികെട്ടും കഴിഞ്ഞിട്ട് ബാക്കി ചടങ്ങുകളൊക്കെ നേരെ ഫ്രണ്ടിൽ ഇരുന്ന് തന്നെ കാണണ്ടേ, അതിന് ഓഡിറ്റോറിയത്തിലെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് സ്ഥാനം പിടിക്കാം. എന്താണെങ്കിലും നമ്മളെക്കാൾ ബുദ്ധിയുള്ള ആളുകളുള്ളതുകൊണ്ട് തന്നെ താലികെട്ട് പോലും കാണാതെ എല്ലാവരും ഓഡിറ്റോറിയത്തിലെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓഡിറ്റോറിയത്തിലേക്കൊക്കെ ഓടിയിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നല്ലേ. എന്താണെങ്കിലും ഏത് കല്യാണത്തിന് വന്നാലും നമ്മുടെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഡ്രസ്സും സാരിയൊക്കെ നോക്കി അങ്ങനെ ആസ്വദിച്ചിരുന്ന ഒരു കാലം, അതൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വെറും ഓർമ്മകൾ മാത്രമാണ്. എന്നാണെങ്കിലും നമ്മുടെ കല്യാണത്തിൻ്റെ ചടങ്ങുകളെല്ലാം തുടങ്ങിയിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിനും പിടിച്ചിട്ട് ട്രിവാൻഡ്രത്തേക്ക് വന്നുകൊണ്ട് ആരൊക്കെ കല്യാണത്തിന് വന്നെന്ന് പോലും കണ്ടില്ല. ഇതാണ് ഞങ്ങളുടെ നാണപ്പൻ അമ്മാവൻ. അമ്മാവനാണെങ്കിൽ ഏജ് റിവേഴ്സ് ഗിയറിലാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ദിവാകരൻ അമ്മാവൻ, പിന്നെ നമ്മുടെ ആര്യക്കുട്ടി, അമ്മായി എന്ന് വേണ്ടതാ ഓരോരുത്തരായിട്ട് നമ്മൾ കണ്ടുവരുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ സദ്യക്കിരുന്നപ്പോഴാണ് കാണാതെ പോയത് നമ്മുടെ വിജയൻ അമ്മാവനെയും ചിറ്റപ്പനെയൊക്കെ കണ്ടത് കേട്ടോ. ഇനിയുണ്ട് കേട്ടോ അമ്മാവന്മാർ, പക്ഷേ എല്ലാവരും ഒന്നും കണ്ടു കിട്ടിയില്ല. പിന്നെ സദ്യ കഴിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. അങ്ങനെ ഓരോരോ പായസങ്ങളായിട്ട് വന്നു. ഒരു സോയാ ചങ്ക്സിന്റെ കറി അടിപൊളിയായിരുന്നു, രണ്ടാമതും വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ട്രിവാൻഡ്രത്ത് പിന്നെ ബോളിവുഡ് ഒരു കളിയില്ലല്ലോ. അങ്ങനെ 3 കൂട്ടം പായസമൊക്കെ കൂട്ടി ഉണ്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി നമ്മുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചെക്കനും പെണ്ണും യാത്ര പറഞ്ഞിറങ്ങി. പിന്നെ പറയാൻ വിട്ടുപോയി, നമ്മൾ ബുക്ക് ചെയ്തിരുന്ന വണ്ണസ് ബസ്സായിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ, നിങ്ങളെ തന്നെ കണ്ടോ, ആകെ മൊത്തം ഒരു കല്യാണം മേള വരുന്നു കേട്ടോ. അങ്ങനത്തെ അടിച്ചു പൊളിച്ച് ഒരു കല്യാണ യാത്ര.